പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിന്നെ സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഒരു സുവിശേഷ പ്രബോധനങ്ങളെന്ന് പറയുന്നത്. ഇന്ന് സാക്ഷ്യം പറഞ്ഞവർ ഒത്തിരിയേറെ സുവിശേഷ പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ CK ജോയി എന്ന് പറഞ്ഞ സഹോദരൻ, ഒരു ബ്രദർ സാക്ഷ്യം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ വളരെ ശ്രദ്ധിച്ചായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്? കർത്താവിൻ്റെ കരുണയെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അതൊക്കെ അഭിഷേകത്തെ തന്നെ എഴുതിയായിട്ടുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ചുമ്മാ എഴുതാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാര്യം ഉടമ്പടി മാതാവിനെക്കുറിച്ചാണ്, വാഗ്ദാന പേടകത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അവസാനം പറഞ്ഞ വാക്കുകളാണ് കർത്താവിൻ്റെ കരുണയെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ്. ചിലപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞു കാണത്തില്ല അത് വലിയൊരു സംഭവമാണെന്ന്. അഭിഷേകത്തിൽ അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പറയണതല്ലേ. അപ്പം അത് സംസാരിക്കണ ആരായിരിക്കും? കർത്താവായിരിക്കും. അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ലൂക്ക 1:72 വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 72 വചനം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം സത്യമാണ്. ജീവിത പ്രയാസങ്ങൾ കൂടുമ്പോൾ ദൈവമേ കർത്താവിന്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിന്റെ കരുണയെ ഓർത്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുവാൻ ബോധിപ്പിക്കുന്ന നന്ദി പറയുന്നു. അതിങ്ങനെയാണ് ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 72-ാം വാക്യം. നമ്മുടെ പിതാക്കന്മാരോട് ഏറ്റുപറയുക. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാനും നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനും വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴ് നമ്മൾ ഉടമ്പടി നമ്മൾ അനുസ്മരിക്കണ എന്നാ? കാരുണ്യമാണ്. ശരിക്കും അത് കറക്റ്റാ. അതാ ലൂക്ക 1:72, 73, 74 പിന്നെ 75 വരെ വചനങ്ങളാണ് പറഞ്ഞത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണ എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ലൂക്കാ സുവിശേഷം വിളിക്കണത് എന്താ? ദൈവത്തിൻ്റെ കാരുണ്യമെന്നാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ദൈവത്തിൻ്റെ കാരുണ്യമായത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ആണ്, ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8 എന്താണ്? നമ്മുടെ യോഗ്യതയല്ല, കാരുണ്യമല്ലേ. കാരുണ്യം എങ്ങനെ യോഗ്യതയാകണത്? അതാണ് എഫേസ്യസ് 2:8. നോട്ട് ബൈ മെറിറ്റ്. കർത്താവ് നമ്മുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ ബട്ട് ബൈ ഗ്രേസ്, കൃപയാൽ, കർത്താവിൻ്റെ കൃപ. ഉടമ്പടി ആശ്രയിക്കണ എന്തിനാണ്? ദൈവത്തിൻ്റെ കൃപയിലാണ്. അവിടെ നമ്മുടെ മെറിറ്റിന് യാതൊരു സ്ഥാനവുമില്ല. മെറിറ്റിന് സ്ഥാനം വന്നാൽ പിന്നെ യുക്തിയായിരിക്കും അവിടെ വർക്ക് ചെയ്യണത്.
അല്ലേ? യേശുക്രിസ്തുവിന് നമുക്ക് നൽകിയത് നമുക്ക് യോഗ്യത ഉണ്ടായിട്ടാണോ? ആണോ? അല്ല, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. യേശുക്രിസ്തുവിന് നമുക്ക് ദൈവം നൽകിയത് നമ്മുടെ പാപത്തിന് പരിഹാരമായി നൽകിയത് നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല. ഇപ്പം കുർബാനയിൽ നമ്മൾ പറയില്ലേ, കർത്താവെ അങ്ങ് എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അതെന്താണ്? അത് ഒരു ബൈബിൾ അറിയാത്ത റോമാക്കാരൻ പറഞ്ഞ വാക്കാണത്. കുർബാനയിൽ ഇപ്പോഴും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ദൈവവചനം പോലെ. ബൈബിൾ അറിയാത്ത സദാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദനല്ല, അവന് പഴയ നിയമമൊന്നും അറിയത്തില്ല. ഈ റോമാക്കാരൻ പുസ്തകം ബൈബിൾ കണ്ടിട്ട് പോലും ഇല്ല. റോമാക്കാരനായ ശതാധിപൻ ബൈബിള് കണ്ടിട്ട് പോലും ഇല്ല. കർത്താവിൻ്റെ വചനം കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ലെങ്കിലും ആരറിയാം? കർത്താവിനെ അവന് അറിയാം. എങ്ങനെ അറിയാം? അവൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കാരുണ്യം പ്രവർത്തിച്ചാൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരുണ്യമുള്ളവനാണെന്നറിയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പൊ ലൂക്കാ 1:72 വായിക്കുക. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാനും. ഈ അൾട്ടിമേറ്റ് പ്രോമിസ് എന്താണ്? പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ സാരസംഗ്രഹം എന്താണ്? ഈശോയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ഈശോയാണ്. അൾട്ടിമേറ്റ് പ്രോമിസ്. ഉടമ്പടി ലക്ഷ്യം വെക്കുന്ന അൾട്ടിമേറ്റ് പ്രോമിസ് എന്താണ്? ആത്യന്തിക വാഗ്ദാനം എന്താണ്? യേശുക്രിസ്തുവാണ്. ഉടമ്പടി അന്വേഷിക്കണത് എന്താ? യേശുക്രിസ്തുവിനാണ്. ഈ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ചിന്തിക്കണം കേട്ടോ. വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ നമ്മൾ ചെയ്യണത് എന്താ? യേശുക്രിസ്തുവിനെയാണ്. കർത്താവിൻ്റെ അരൂപി സ്വീകരിക്കുക, കർത്താവിൻ്റെ വാക്കുകൾ നടപ്പിൽ വരുത്തുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിൻ്റെ സാക്ഷിയാവുക. ലക്ഷ്യം ക്രിസ്തുവാണ് ഉടമ്പടിയുടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ചില ആൾക്കാരെ അറിയാതെ പറയവേ, ഇപ്പം ചില സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞില്ലേ ജോസപ്പച്ചനോട് ഉടമ്പടി ചെയ്തതെന്ന്. സാരയില്ല, അങ്ങനെയാണെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങളല്ലേ പറയണത്. അപ്പം ചിലർ പറയും മാതാവിനോട് ഉടമ്പടി ചെയ്തെന്ന്. മാതാവിനോട് നമ്മൾ ഉടമ്പടി ചെയ്യണില്ല. മാതാവ് വഴിയാണ് നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ലക്ഷ്യം എന്താണ്? അപ്പോഴും ക്രിസ്തുവിൻ്റെ വാക്കും പ്രവൃത്തികളുമാണ്. ക്രിസ്തുവിൻ്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ കാലങ്ങളിൽ കർത്താവിൻ്റെ കൈയും കാലുമായി ലോകത്തിന് സുവിശേഷം സാക്ഷിയാക്കി തീർക്കുമ്പോൾ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യും. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ കാരണം? അതിനേക്കാൾ വലിയൊരു മധ്യസ്ഥം യേശുക്രിസ്തുവിനും നമുക്കും തമ്മിൽ ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് ഇത്രയും പവർ അടിക്കണേ. അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് ഉടമ്പടി ചെയ്യാൻ കാരണം എന്താണ്? ഈശോയുടെയും നമ്മുടെയും നടുക്ക് അമ്മയേക്കാൾ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, അമ്മയിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്തതാണ്. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ പോലും ദൈവത്തിന് ലീസ്റ്റ് കൺസേൺ ഉള്ള ഒരു വിഷയമാണ്. അവിടെ വീഞ്ഞുണ്ടാക്കിയിട്ട് ദൈവത്തിന് എന്നാ കാണിക്കാനാ? ഒന്നും ചെയ്യാനില്ല.
ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പോകും. പക്ഷെ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പോകും. കുടുംബത്തിന് അപമാനം ഉണ്ടെങ്കിൽ അപമാനം ഉണ്ടാകും. അത് ലോകാഭിരുചി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ അപമാനം ഉണ്ടാകും. അതൊക്കെ ലോകാവികമായ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ അമ്മ തയ്യാറല്ല. അതാണ് പ്രശ്നം. അമ്മ തയ്യാറല്ല. അമ്മ തയ്യാറല്ലാത്തത് എന്താ? അപ്പാടെ ഒരു മനസ്സാണ്. നമ്മൾ അപമാനിക്കപ്പെടാൻ, മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ ദൈവം തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, കഴിഞ്ഞ മാസം പറഞ്ഞില്ലേ, ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെ തൊട്ട് തുടങ്ങിയ വിഷയങ്ങളാണിത്. ലേയ അവഗണിക്കപ്പെടുന്നതായിട്ട്. ലേയ അവഗണിക്കപ്പെടാൻ കാര്യമെന്താണ്? റാഹേൽ സുന്ദരി ആയതുകൊണ്ടാണ്. റാഹേൽ സുന്ദരി ആയതുകൊണ്ടുള്ള കുഴപ്പം എന്താ? യാക്കോബിന് റാഹേലിനോട് പ്രത്യേക കമ്പമുണ്ടായി. അപ്പോഴും ലേയ അവഗണിക്കപ്പെട്ടു. നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊന്നും നിസ്സാരമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ താല്പര്യമുണ്ടായി നമ്മൾ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിനത് ഫീല് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ഒരു മകളിവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, എനിക്കിഷ്ടപ്പെട്ട വചനം എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് സൂക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പോലും അവഗണിക്കപ്പെട്ടു പോകാതെ നിങ്ങളെ കാത്തുരക്ഷിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ. പരിശുദ്ധമേ മാതാവേ, നമ്മളെ സമർപ്പിക്കുന്നു. ഒരു നാളും മറക്കുമോ? ഒരുമിച്ച് പാടുക. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 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 മധ്യസ്ഥതയിൽ നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ദൈവമേ, ഒരുവൻ പോലും നിരാശനായി പോകാതെ ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്ത മക്കളോട് കാണിക്കുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ വന്ന സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്നതിന് മാതാവിനും ഈശോനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന മരിയ. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ 2019 മുതൽ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മാസ്റ്റേഴ്സ് പുറത്തു പോയി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ IELTS പാസ്സാവുക എന്നുള്ളതായിരുന്നു. എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും ടഫുള്ളത്. കാരണം എനിക്ക് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഞാൻ സ്പീഡ് കൂടും പറയുമ്പോൾ. അപ്പോൾ എനിക്ക് പറയാൻ കിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയാനുള്ളതെല്ലാം തീരും. പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് പേടിയുള്ളത് സ്പീക്കിംഗ് ആയിരുന്നു. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ്
ഹാൾ ടിക്കറ്റും പാസ്പോർട്ടും കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ് ചെയ്തിട്ട് അച്ഛൻ കാശ് രൂപം തന്നിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. പോയ സമയത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. അപ്പോൾ സ്പീക്കിങ്ങിന് ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. ഇതേപോലെ എനിക്ക് സ്റ്റക്കായി, എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ മാം കുറച്ചും കൂടെ പറയുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നോട്, പക്ഷേ എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് എൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് സ്പീക്കിംഗ് കിട്ടുമെന്ന്. സ്പീക്കിംഗ് പൊട്ടും തന്നെയായിരുന്നു. ഞാൻ 100% ഉറപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി 3 റീഡിങ്ങും ലിസ്ണിങ്ങും റൈറ്റിങ്ങും വേറൊരു ദിവസമായിരുന്നു. അന്ന് എക്സാമിന് പോയപ്പോൾ ഞാൻ തൈലം തേച്ച് ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റിസൾട്ട് നോക്കാൻ. ഞാൻ ഉടമ്പടി കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എനിക്ക് സ്പീക്കിങ്ങിന് 7 കിട്ടി. ഒരിക്കലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. എൻ്റെ ക്ലാസ്സിൻ്റെ ടീച്ചർ വരെ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ സ്റ്റക്കായാൽ നിൻ്റെ സ്കോർ കുറയും. മോക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് പോലും 6ന് കൂടുതലൊരു മാർക്ക് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. എന്നിട്ടും ഞാൻ എക്സാമിന് സ്റ്റക്കാവുകയും ചെയ്തു. എന്നിട്ടും എനിക്ക് 7 കിട്ടി. ഓവറോൾ എനിക്ക് 7 കിട്ടി. മാതാവിനും ഈശോയിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് ഞാൻ IELTS പാസ്സായത്. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയും നല്ലൊരു രാജ്യവും മാതാവ് തരണം എന്നായിരുന്നു. എനിക്ക് എവിടെ പോകണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ജർമ്മനി, അയർലൻഡൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്, അപ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞു ഏജൻസിയിൽ നിന്ന്. അപ്പോൾ ഞാൻ അതാ നോക്കി. ജർമ്മനിക്കും കൊടുത്തു, അയർലൻഡിനൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അതെല്ലാം റിജക്റ്റായി. എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. മാതാവ്, എനിക്ക് പോകാൻ പറ്റില്ലേ എന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു. അപ്പോഴാണ് ഏജൻസി എന്ന് പറയുന്നത്, നമുക്ക് UK നോക്കാം, UK ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ UKക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ 3-4 യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഏപ്രിൽ 14, 2025 ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 16 എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാതാവ് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, മാതാവിന് ഇഷ്ടമുള്ളൊരു യൂണിവേഴ്സിറ്റി ആണ്, മാതാവ് ആഗ്രഹിക്കുന്ന സ്ഥലത്താവണം ഞാൻ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പേരുള്ള ക്വീൻ മേരി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നു. അതിനും ഞാൻ മാതാവിനും ഈശോനും ഒരുപാട് നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ UK നോക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ജെറമ്യ 29:11 പറയുന്ന പോലെ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന് വേറെ എന്തോ ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ആ UKക്ക് തന്നതും മാതാവിൻ്റെ പേരുള്ള യൂണിവേഴ്സിറ്റി തന്നതും. പിന്നെ 3-ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, എനിക്ക് എഡ്യൂക്കേഷൻ ലോണ് പാസ്സാവാനായിരുന്നു. എനിക്കറിയാം എൻ്റെ ലോൺ എന്തായാലും പാസ്സാവില്ല എന്ന്. കാരണം ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തായാലും ലോൺ കിട്ടില്ല, ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വെക്കാനില്ല. അതേപോലെ തന്നെ സിവിൽ സ്കോറും ഇല്ല. അപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ച ബാങ്കിലൊക്കെ സിവിൽ സ്കോർ കുറവാണ്, നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഓഫർ ലെറ്റർ മാതാവ് തന്നു, മാതാവേ ഇനി ലോണിൻ്റെ കാര്യം മാതാവ് ശരിയാക്കി തരണം. അങ്ങനെ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ ഏജൻസിയിലെ ചേച്ചി പറഞ്ഞു, അവർക്ക് ടൈപ്പുള്ള കുറച്ച് ബാങ്കുകാരുണ്ട്, അതും UK-യിലുള്ളവർ തന്നെയാണ്, അവർ ലോൺ കൊടുക്കുന്നുണ്ട്, അപ്പം നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഓഫർ ലെറ്റർ 2 ദിവസം മുന്നേ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നെങ്കിലും ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇതറിഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് വേറെ യൂണിവേഴ്സിറ്റി, ഫീസ് കുറഞ്ഞ വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ലോണിന് കൊടുത്തത്. ഈ ക്വീൻ മേരിയുടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ലോണിന്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഒക്കെ റിജക്റ്റായി. കാരണം അതൊന്നും റാങ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ക്വീൻ മേരി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്വീൻ മേരി കൊടുത്തു. സാധാരണ നമുക്കറിയാം, ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളെടുക്കും ഒരു ലോൺ പാസ്സാവാൻ വേണ്ടിയിട്ട്. പക്ഷെ വെറും 3-4 ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് 25 ലക്ഷം ലോണ് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അത് ഏറ്റവും വലിയൊരു സാക്ഷിയായിരുന്നു. മാതാവിനും ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അടുത്തത് പറഞ്ഞാൽ എനിക്ക് ഡിപ്പോസിറ്റ് അടയ്ക്കണമായിരുന്നു 2 ലക്ഷം. അപ്പോൾ അതിൻ്റെ പൈസ റെഡി ആവുന്നില്ലായിരുന്നു.
എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ പൈസ റെഡി ആവുന്നില്ല. അപ്പോൾ ഞാൻ ഓഫർ ലെറ്ററും കൊണ്ട് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ബ്ലെസ് ചെയ്തു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് പോകണോ, ഞാൻ യൂണിവേഴ്സിറ്റിക്ക് പോകണോ, എനിക്ക് ഡിപ്പോസിറ്റ് അടയ്ക്കാൻ പറ്റുമോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. പക്ഷെ അച്ഛൻ അന്നും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അങ്ങനെ പറയാതിരുന്നതിന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 2 ലക്ഷം അടയ്ക്കാൻ പറ്റിയാൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റി തന്നെ പോവും എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ എനിക്ക് മെയ് 28-നായിരുന്നു ഈ ഡിപ്പോസിറ്റ് അടയ്ക്കേണ്ട ദിവസം. അത് ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നേ എനിക്ക് ഡിപ്പോസിറ്റ് അടയ്ക്കണം. എന്നിട്ട് ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാണ് ശരിക്കും പൈസ റെഡിയായി എൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. ഞാനും അമ്മയും കൂടെ വേഗം പോയി ബാങ്കിൽ പോയി അടയ്ക്കുകയാണ് ചെയ്തത്. സമയ ചുരുക്കം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അന്ന് ഞാൻ ശരിക്കും അത് അനുഭവിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ലോൺ പാസ്സായെങ്കിലും അതിനും ഒരു പ്രോസസ്സിങ് ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് വേറൊരു ദിവസമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അടച്ചത് ജൂലൈ 16-നായിരുന്നു. അപ്പോൾ ഞാൻ ജൂലൈ 16-ന് അടച്ച് പിറ്റേ ദിവസം ലോണിൻ്റെ സാറ് വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നീ അടച്ചത് കറക്റ്റ് ദിവസമാണ്, കാരണം ജൂലൈ 16-ന് അവരവരുടെ ടാബ് ക്ലോസ് ചെയ്തു, ഇനി ഒരു ആപ്ലിക്കേഷനും എടുക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ പൈസ എടുക്കാൻ വൈകിയിരുന്നെങ്കിൽ എനിക്ക് ആ ലോണ് കിട്ടില്ലായിരുന്നു. മാതാവ് ഈശോ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. അത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണമെന്നായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത്. കാരണം എൻ്റെ ഡേറ്റ് ജൂലൈ 4-ആയിരുന്നു. പിന്നെ എനിക്ക് ടൈം ഉണ്ടാവില്ല, 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് സ്ലോട്ട് കിട്ടുന്നത്. അപ്പോൾ എച്ച് എനിക്ക് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഗ്രൗണ്ടിലിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ കാറിലും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ടെസ്റ്റിന് പോയത്. എച്ച് കിട്ടി. അപ്പോൾ എച്ച് കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് ആയി. എച്ച് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ റോഡല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് കിട്ടും, എളുപ്പമായിട്ട് കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നു. പക്ഷേ എനിക്ക് ആ റോഡ് പോയി, കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് കാരണമാണ് അത് കിട്ടാത്തതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ മാതാവിനോട് സോറി പറഞ്ഞ് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ സെപ്റ്റംബറിലാണ് കിട്ടുന്നത്. എനിക്കാണെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് പോവുകയും ചെയ്യണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡേറ്റ് വേണം. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എനിക്കൊരു ഡേറ്റ് തന്നു. ഞാൻ അതിന് പോയി. അന്നും ഇതേപോലെ ഉടമ്പടി ഉപ്പ് കാറിലിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓടിച്ചാൽ ഞാൻ എന്തായാലും പാസ്സാവില്ല, മാതാവ് എനിക്ക് വേണ്ടി അവിടെ കാർ ഓടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ റോഡ് ടെസ്റ്റ് പാസ്സായി, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. പിന്നെ എൻ്റെ വിസ, മെഡിക്കൽ വിസ, ഇതിനൊക്കെ ഞാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം തേച്ച് ഉടമ്പടി ഉപ്പിട്ടിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. മെഡിക്കൽ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പാസ്സാക്കി തന്നു. അതേപോലെ തന്നെ വിസ ആണെങ്കിലും ഞാൻ വിസ വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി എൻ്റെ വിസ അപ്രൂവായി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം, ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ, എനിക്കൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല അത് കിട്ടും എന്നുള്ളത്. അത് ഓൺലൈൻ എക്സാം ആയിരുന്നു. ഞാൻ കമ്പ്യൂട്ടറിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അത് മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. എനിക്കങ്ങനെ സർട്ടിഫിക്കറ്റും കിട്ടി ആ കോഴ്സിൻ്റെ. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെയാണ് എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യപ്രവർത്തനം പോവാറ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ നടന്ന് വീടുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാം ചൊവ്വാഴ്ചയും കൂടും. ബൈബിൾ വായിക്കും 1/2 മണിക്കൂർ. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുക്കും. അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കാല് വയ്യാത്തൊരു ചേട്ടനുണ്ട്.
ആ ചേട്ടന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും ആ ചേട്ടന്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കും. പിന്നെ ആത്മീയമായിട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ധൈര്യം കിട്ടി. കാരണം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എന്തൊരു പ്രശ്നം വന്നാലും, അയ്യോ മാതാവേ എന്താ എനിക്കിങ്ങനെ വന്നേ, ഞാൻ തളർന്നു പോയായിരുന്നു ഓരോ പ്രശ്നം വന്നാലും. പക്ഷെ ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. മാതാവിനെ പ്രവർത്തിക്കാനുള്ളൊരു അവസരമാണ് അതെന്ന് എനിക്ക് ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ പറ്റേ ഉണ്ടായിരുന്നില്ല രാവിലെ എണീക്കാനൊന്നും. പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളി പോയില്ലെങ്കിൽ എന്തോ ഒരു വിഷമമാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെയും അമ്മയുടെയും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് ഇതെൻ്റെ 7ാമത്തെ സാക്ഷിയാണ്. ഇതെൻ്റെ 17ാമത്തെ പുതുക്കലാണ്. ഞാൻ 2019 മുതൽ ഇന്ന് വരെ ഒരു ഓൺലൈനായിട്ട് ലൈവായിട്ട് ഉടമ്പടി പ്രാർത്ഥനയാണെങ്കിലും പ്രത്യക്ഷ പ്രാർത്ഥനയാണെങ്കിലും ചൊവ്വാഴ്ചത്തെ ധ്യാനമാണെങ്കിലും എല്ലാം ഞാൻ മുടക്കിയിട്ടില്ല. ഒരിക്കലും മുടക്കുമില്ല. കാരണം എനിക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതല്ല, പക്ഷേ ഈശോയുടെയും അമ്മയുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാകണമെന്നാണ് ഞാൻ ആദ്യം എഴുതുന്ന നിയോഗം തന്നെ. ഞാൻ അല്ലാതെ കൂടുതൽ നിയോഗം എനിക്ക് വേണ്ടിയും അധികം പ്രാർത്ഥിക്കാറില്ല. പിന്നെ മോൾക്ക് വേണ്ടി ഈ നിയോഗമൊക്കെ ഞാനും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോൾ പറയാത്തൊരു കാര്യമുണ്ട്. അതിന് 25 ലക്ഷം രൂപ നമുക്ക് ലോണും അതുപോലെ തന്നെ 25 ലക്ഷം രൂപ നമുക്ക് ഡിപ്പോസിറ്റ് അവിടെ വേണമായിരുന്നു. അപ്പോൾ ഈ 50 ലക്ഷം രൂപയാണ് ക്വീൻ മേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടത്. ഈ 50 ലക്ഷം രൂപയും മാതാവ് ഈശോയും കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു കഴിവുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതും എല്ലാം. പിന്നെ അഖണ്ഡ ജപമാലയിൽ ഞാനും ഹസ്ബൻഡും മോളും 3 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായി പങ്കെടുക്കാറുണ്ട്. അതിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ മലപ്പുറത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ ആരും ഉടമ്പടിയിൽ നിൽക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നി, അമ്മ എല്ലാവരും അഖണ്ഡ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് 1001 മണി. എനിക്ക് ഒരു ആഗ്രഹം തോന്നി അവിടെ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങണമെന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് അഖണ്ഡ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ പള്ളിയിൽ അഖണ്ഡ ജപമാല ചെല്ലാറുണ്ട്. അതിനുശേഷം സൺഡേയിൽ ഇപ്പം അത് 10, 12, 15 പേരോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും മടിയില്ല. 4-5 മണിക്കൂർ നിന്നിട്ടാണെങ്കിലും ജപമാല ചെല്ലാൻ ഒരു മടിയില്ല. അതുപോലെ ഞാനും മോളും ഹസ്ബൻഡും കൂടി ഞങ്ങളുടെ വീട്ടിൽ അഖണ്ഡ ജപമാല ചെല്ലാറുണ്ട്. പിന്നെ ഒരിക്കൽ പോലും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എവിടെ പോയി വന്നാലും പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞാൻ കുറച്ച് ദൂരെയാണ് ജോലി ചെയ്യുന്നത്. രാത്രി 9 മണിക്കാണ് എത്തിയെങ്കിലും അത് ഞാൻ പ്രാർത്ഥിക്കാതെ കിടന്നിട്ടില്ല. ഒരു പ്രാർത്ഥനകളോ ഒന്നും മുടക്കാറില്ല. ബൈബിൾ വായന, അല്ല ബൈബിൾ വചനങ്ങൾ എപ്പോഴും. എനിക്കിപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ ബൈബിൾ വേണമെന്നില്ല. അല്ലാതെ തന്നെ സങ്കീർത്തനങ്ങളും പിന്നെ എല്ലാ വചനങ്ങളും കാണാതെ അറിയാം. ആ വചനങ്ങൾ, അമ്മയുടെ സ്വസ്ത്രഗീതങ്ങൾ, 91 സങ്കീർത്തനം, ഇതെല്ലാം. പിന്നെ മോൾ എന്തിനു പോയാലും ഉടനെ തന്നെ ഞാൻ ബൈബിൾ എടുക്കും. ആ ബൈബിളിലൂടെ ഈശോ അപ്പോൾ സംസാരിക്കും. അപ്പോൾ ഈശോ നമ്മളോട് പറയും, അതിൽ റോമ 8:18 നിങ്ങൾക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ തുലവും നിസ്സാരം. അങ്ങനെ ഓരോന്നും. യോഹന്നാൻ 16:33 ഈ വചനങ്ങളൊക്കെ എനിക്ക് തരും. പിന്നെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ. ഇനിയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളല്ല, ഈശോയുടെയും അമ്മയുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി. അമ്മയുടെ പ്രത്യക്ഷീകരണം, അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടത് സത്യമാണെങ്കിൽ ആ പ്രത്യക്ഷീകരണം സഭ എത്രയും വേഗം ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ വെച്ചിട്ട് ഈശോ ഓസ്തി തരുന്നു, അമ്മ അടുത്ത് നിൽക്കുന്നു, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുർബാന സ്വീകരിക്കാൻ നേരത്ത് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം അതെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്നെ പേര് ചൊല്ലി ഒരു പ്രാവശ്യം ഞാൻ ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ പേര് മോളി എന്ന് അങ്ങനെ 2-3 പ്രാവശ്യം പോയി. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു രൂപം പോലെ അമ്മ മാതാവ് പോയി. ഞങ്ങൾക്ക് 2 പേർക്കും അതെ ഒരുപാട് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
അമ്മയുടെ ആ കൃപയും മഹത്വമാണ് ഞങ്ങളെ ഇന്ന് ഇവിടെ നിർത്തുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പിന്നെ ഞാനത് ഉടമ്പടിയിൽ വെച്ചൊന്നല്ല, ഒരു ഉടമ്പടി നേർച്ച വസ്തുവിൻ്റെ ഒരു അത്ഭുതം ഉണ്ടായി. ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ താഴെ ഒരു ഷോപ്പുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം രാത്രി അവർ വിളക്ക് കത്തിച്ച് വെക്കാറുണ്ടായിരുന്നു. ആ വിളക്ക് എലി തട്ടി വിട്ടു. അത് ഞാനിവിടെ പറയുന്നതേ ഉള്ളൂ. ഉടമ്പടി വസ്തുക്കളുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പം അവൻ എന്നോട് പറയുമായിരുന്നു, ചേച്ചി എനിക്ക് ഉടമ്പടി വസ്തുക്കൾ തരണം. ഞാൻ ഉപ്പും തേനും അതുപോലെ മാതാവിൻ്റെ പത്രവും വെക്കാറുണ്ടായിരുന്നു. അവിടെ തീ പിടിച്ചിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അയച്ചു തന്നു. പക്ഷേ ആ AC-യുടെ ഒരു വയറ് താഴെ കിടന്നിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. എന്നിട്ട് പിറ്റേ ദിവസം വന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞു, കണ്ടോ എൻ്റെ മാതാവിൻ്റെ ഉപ്പിൻ്റെയും അത് തേനിൻ്റെയും പത്രത്തിൻ്റെയും മഹത്വം. അതുപോലെ പത്രമാണെങ്കിലും അത് എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം അതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെയും അമ്മയുടെയും ആ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടാനുകോടി നന്ദി പറയുന്നു.